ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ അതിമനോഹരമാണെന്ന് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. അച്ഛന്റെ ജന്മനാടായ ഇന്ത്യ സന്ദർശിക്കുമെന്നും ബഹിരാകാശത്തെ അനുഭവങ്ങൾ അവിടുത്തെ ജനങ്ങളുമായി പങ്കുവെക്കുമെന്നും സുനിത വില്യംസ് ന്യൂയോർക്കിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെ കാണപ്പെട്ടുവെന്നും ബഹിരാകാശ പരിവേഷണത്തിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുമായി അതായത് ISROയുമായി സഹകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുമുള്ള ചോദ്യത്തിന്റെ മറുപടിയിലാണ് സുനിത അച്ഛന്റെ നാട് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. സുനിത വില്യംസിന്റെ അച്ഛൻ ദീപക് പാണ്ഡ്യ ഗുജറാത്ത് സ്വദേശിയാണ്. മെഡിസിൻ പരിശീലനത്തിനും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുമായി 1958 അദ്ദേഹം US നഗരമായ ക്ലീവ്ലാൻഡിലെ ഓഹിയോയിൽ എത്തുന്നത്. ദീപക് പാണ്ഡ്യയുടെ ഉർസുലിൻ ബോണി പാണ്ഡ്യയുടെയും മകളായി ഓഹിയോയിലാണ് സുനിതയുടെ ജനനം. ഇന്ത്യ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. ഹിമാലയത്തിന് മുകളിലൂടെ സഞ്ചരിച്ചപ്പോഴെല്ലാം ബുച്ച് വിൽമോറിന് ഹിമാലയത്തിന്റെ അവിശ്വസനീയമായ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സുനിത പറഞ്ഞത്. ഹിമാലയം ഇന്ത്യയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ് എന്നും സുനിത വിശദീകരിച്ചു. ഇന്ത്യയിലെ ഭൂപ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും സുനിത വില്യംസ് സംസാരിച്ചു. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ നിറങ്ങൾ അത്ഭുതപ്പെടുത്തിയതായും ഗുജറാത്തിലെയും മുംബൈയിലെയും മത്സ്യബന്ധന ബോട്ടുകൾ വെളിച്ചം തെളിച്ച് വരവറിയിക്കുന്ന കാഴ്ചയും അതിമനോഹരമായ കാഴ്ചയായിരുന്നുവെന്നും സുനിത പറഞ്ഞു. ഇന്ത്യയിലെ രാത്രിയിലെയും പകലിലെയും കാഴ്ചകളെക്കുറിച്ചും സുനിത വിവരിച്ചു. സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും 9 മാസത്തോളമാണ് ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചത്. തുടർന്ന് കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ക്രൂ 9 മിഷനാണ് അവരെ തിരികെ എത്തിച്ചത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ 8 ദിവസത്തെ ദൗത്യത്തിനായാണ് അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. ഹീലിയം ചോർച്ചയെ തുടർന്ന് 9 മാസം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോകുകയായിരുന്നു. ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഇതാദ്യമായാണ് ഇരുവരും ചേർന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വാണിജ്യ ബഹിരാകാശ ദൗത്യമായ ആക്സിം മിഷൻ 4ൽ ഒരു ഇന്ത്യൻ പൗരൻ ഉൾപ്പെടുന്നത് ഗംഭീരമായിരിക്കുമെന്നും അവർ അറിയിച്ചു. ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യമാണിത്. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസറായിരുന്ന രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന 2ാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ലക്നൗ സ്വദേശിയായ ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എത്ര മനോഹരമാണെന്ന് പറയാൻ കഴിയുന്ന ഇന്ത്യക്കാരുടെ സ്വന്തം ഹീറോ അവിടെ ഉണ്ടാകുമെന്നാണ് ശുഭാൻഷു ശുക്ലയെക്കുറിച്ച് സുനിത വില്യംസ് പറഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങളുമായി തന്റെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു. ബഹിരാകാശത്ത് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നും അതിന്റെ ഭാഗമാകാനും അവരെ സഹായിക്കാനും താൻ ആഗ്രഹിക്കുന്നതായും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ക്രൂ അംഗങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ബുച്ച് വിൽമോർ സുനിതയോട് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് തീർച്ചയായും കൊണ്ടുപോകും എന്നായിരുന്നു സുനിതയുടെ മറുപടി. ഇന്ത്യയിലെ എരിവുള്ള ഭക്ഷണം കഴിക്കാമെന്നും സുനിത വിൽമോറിനോട് പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇക്കഴിഞ്ഞ മാർച്ച് 18 തിരികെ എത്തിയ സുനിത വില്യംസിനെയും ക്രൂ അംഗങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു. സ്വാഗതം ക്രൂ 9, ഭൂമി നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നാണ് മോദി എക്സിൽ കുറിച്ചത്. അവരുടെ ആത്മധൈര്യവും ദൃഢനിശ്ചയവും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ് എന്നും മോദി പറഞ്ഞു. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലായിരുന്നു മടക്കം.